Hello students, in the last class we have learned how to calculate a beta value under correlation method. Correlation method പ്രകാരം ബീറ്റ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത്. നമ്മൾ പറഞ്ഞിരുന്നു ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്, കോറിലേഷൻ മെത്തേഡ് ആൻഡ് റിഗ്രഷൻ മെത്തേഡ്. ഇപ്പം നെക്സ്റ്റ് നോക്കാനുള്ളത് റിഗ്രഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. This method establishes a linear relationship between dependent variable and independent variable. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പിനെയാണ് ഈ മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റെപ്രസെൻറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ റെപ്രസെൻറ്റ്സ് മാർക്കറ്റ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റിയെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റിനെയുമാണ്. അതുപോലെ റിഗ്രഷൻ മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് 2 കോൺസ്റ്റൻ്റ് ആണ്, ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ അതിൽ ആൽഫ മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ആൽഫ മെഷർ ചെയ്യുന്നത്. ബട്ട് ബീറ്റ മെഷേഴ്സ് ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈവൻ വെൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹാസ് 0 വാല്യൂ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ 0 ആയിരിക്കുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണ് എന്നതാണ് ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ റിഗ്രഷൻ ഇക്വേഷൻ വരുന്നത് y ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ്. ഇതിൽ y ഈക്വൽസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് സെക്യൂരിറ്റി, എക്സ് ഈക്വൽസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് ഇൻഡെക്സ്, ആൽഫ ഈക്വൽസ് ഇൻ്റർസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ലൈൻ, ബീറ്റ ഈക്വൽസ് ബീറ്റ സ്ലോപ്പ് ഓഫ് റിഗ്രഷൻ ലൈൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബീറ്റ ആൽഫ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ആൽഫയുടെ ഇക്വേഷൻ എന്താ വരിക നോക്കാം. ആൽഫ ഈക്വൽസ് വൈ മൈനസ് ബീറ്റ എക്സ്, അതായത് വൈ മൈനസ് ബീറ്റ എക്സ് എന്നുള്ളതാണ് ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ദെൻ ബീറ്റ ഈക്വൽസ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് റിഗ്രഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് റിഗ്രഷൻ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ ആ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇതിലും സിഗ്മ എക്സ് വൈ അതുപോലെ തന്നെ സിഗ്മ എക്സ് സിഗ്മ വൈ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതാണല്ലോ ഇക്വേഷൻ വരുന്നതാണല്ലോ. ബീറ്റ ഈക്വൽസ് n into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x whole square. ഇതാണ് റിഗ്രഷൻ മെത്തേഡ് പ്രകാരം ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ അതിൽ നമുക്ക് സിഗ്മ എക്സ് വൈയുടെ ആവശ്യമുണ്ട്, സിഗ്മ എക്സ് വേണം, സിഗ്മ വൈ വേണം, സിഗ്മ എക്സ് സ്ക്വയർ ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനി വീണ്ടും ഞാൻ എഴുതുന്നില്ല. ഇനി അത് വാല്യൂസ് എഴുതാം. അപ്പോൾ n 6 ആണ്, 6 ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ വരുന്നത് 606.76 minus sigma x 59.74 into sigma y 59.83 whole divided by n 6 into sigma x square 0.68 minus sigma x whole square 59.74 whole square. അപ്പോൾ ഇത് ചെയ്യാം.
വരുന്നത് 3650.44 മൈനസ് 3574.24 divided by 3670.06 minus 3568.87 ഇതാണ് ചെയ്യുമ്പോൾ കിട്ടുക. ഇത് ഫൈനലായിട്ട് ചെയ്യുമ്പോൾ 0.66 ഇതാണ് നമുക്ക് കിട്ടിയ ബീറ്റ വാല്യൂ. സിമ്പിളാണെന്ന് നോക്കിയാൽ മതി. ഇക്വേഷൻ n into sigma xy minus sigma x into sigma y divided by n into sigma x square minus sigma x whole square. അപ്പോൾ അത് ആ വാല്യൂസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, അതിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ബീറ്റ കിട്ടും 0.66. ഇനി ഇതിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കണം. ആൽഫക്കാനുള്ള ഇക്വേഷൻ ആൽഫ ഈക്വൽസ് y bar minus beta x bar. Alpha equals y bar minus beta into x bar. Y bar എങ്ങനെ കാണാം? y bar equals sigma y by n. sigma y എത്രയാണ്? sigma y 59.83 divided by 6 equals 9.97. നമുക്ക് y bar കിട്ടി. then x bar equals sigma x divided by n. sigma x എത്രയാണ്? 59.74 divided by n. n means n6 equals 9.96. നമുക്ക് ഇതിലുള്ള y bar കിട്ടി, ബീറ്റ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ x bar കിട്ടി. ഇനി അത് അപ്ലൈ ചെയ്യാം. y bar 9.97 minus ബീറ്റ 0.66 into 9.96. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.45. അപ്പോൾ ആൽഫ ഈക്വൽസ് 3.45. അപ്പോൾ നമ്മൾ ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിച്ചത് അണ്ടർ കോറിലേഷൻ മെത്തേഡ് ആൻഡ് റിഗ്രഷൻ മെത്തേഡ്. അപ്പോൾ റിഗ്രഷൻ മെത്തേഡ് പ്രകാരവും കോറിലേഷൻ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. Then next topic is capital asset pricing model, CAPM. It is a model that describes the relationship between risk and expected return and that is used in the pricing of risky securities. റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഒരു സെക്യൂരിറ്റിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഇതിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. The CAPM says that the expected return of a security or a portfolio equals the rate on a risk-free security plus a risk premium. അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽസ് റേറ്റ് ഓൺ എ റിസ്ക് ഫ്രീ സെക്യൂരിറ്റി പ്ലസ് റിസ്ക് പ്രീമിയം. അങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് RI മീൻസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RF ഡിനോട്ട് ചെയ്യുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് RM മാർക്കറ്റ് റിട്ടേൺ. ഫോർമുല ഒന്നുകൂടി പറയാം. RI ഈക്വൽസ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. RI കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ RF റിസ്ക് ഫ്രീ റേറ്റ്, RM മാർക്കറ്റ് റിട്ടേൺസ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം.
What is the required return on the shares if the return on the market is 11% and the risk-free rate is 6%? The respective beta values are 0.5, 1 and 2. അപ്പോൾ ബീറ്റ വാല്യൂസ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ, അതായത് 0.5, 1 ആൻഡ് 2 ഈ വാല്യൂസ് വരുമ്പോൾ ഷെയർസിൻ്റെ റിക്വയർഡ് റിട്ടേൺസ് എത്രയെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ നോക്കുക. R ഈക്വൽസ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് R. അപ്പോൾ ഇതിൽ ബീറ്റ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ ഓരോ കേസിലും വരുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള RF, അതായത് റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ് പറയുന്നത്? 6%. ദെൻ RM വരുന്നത് 11%. ഇനി ബീറ്റ വാല്യൂ ഡിഫറെൻറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. 0.5 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഈ ഓരോ കേസിലും എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബീറ്റ വാല്യൂ 0.5 ആവുമ്പോൾ അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽസ് RF 6 പ്ലസ് ബീറ്റ 0.5 ഇൻറ്റു RM 11 മൈനസ് RF 6. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8.5%. അപ്പോൾ ബീറ്റ വാല്യൂ 0.5 ആകുമ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ 8.5. ദെൻ നെക്സ്റ്റ് ബീറ്റ വാല്യൂ 1 ആകുമ്പോൾ ബീറ്റ 1 അപ്പോൾ 6 പ്ലസ് 1 ഇൻറ്റു 11 മൈനസ് 6. എത്ര ആൻസർ കിട്ടുന്നത്? 11%. Then beta value 2 ആകുമ്പോൾ beta equals to 2 ആകുമ്പോൾ വരുന്നത് 6 പ്ലസ് ബീറ്റയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 ഇൻറ്റു 11 മൈനസ് 6 അപ്പോൾ കിട്ടുന്നത് 16%. അപ്പോൾ ബീറ്റ വാല്യൂ കൂടുന്തോറും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കൂടുന്നതായിട്ടാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ബീറ്റ 0.5 ആകുമ്പോൾ 8.5 ആണ് റിട്ടേൺസ്. ബീറ്റ 1 ആകുമ്പോൾ 11% ആണ്. ബീറ്റ 2 ആകുമ്പോൾ 16% ആണ്. അപ്പോൾ ഇങ്ങനെയാണ് CAPM മോഡൽ പ്രകാരം എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ CAPM മോഡൽ പ്രകാരം എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് SML സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. ഈ ഒരു CAPM മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് capital asset pricing model is called security market line or SML. The security line is the line that indicates the most efficient return and risk to an investor. അതിൽ നമ്മളത് പ്ലോട്ട് ചെയ്യുമ്പോൾ X ആക്സിസിൽ ബീറ്റ വാല്യൂസും Y ആക്സിസിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺസും ആണ് അതിൽ എഴുതാം. ഇതാണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് CAPM മോഡൽ. പിന്നെ ഈ CAPM മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അതിൽ ആ റിസ്ക് ഫ്രീ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അതൊരു സിംഗിൾ പീരീഡ് മോഡലാണ്. അതായത് മോർ ദാൻ 1 ഇയറിലുള്ള പ്രൊജക്റ്റുകൾക്ക് ഈ ഒരു മോഡൽ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അത് ഓവർകം ചെയ്ത് കൊണ്ടുവന്നൊരു മോഡലാണ് ആർബിട്രേജ് പ്രൈസിങ് മോഡൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല.
ഈ ഒരു CAPM മോഡലിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു മോർ ദാൻ 1 ഇയറിലുള്ള പ്രൊജക്റ്റുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൽ ഡിഫറെൻ്റ് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. CAPM മോഡലിൽ മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സിനൊന്നും കൺസിഡർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇതിൽ അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ ടേം സ്ട്രക്ചർ ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ദ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ദെൻ ചേഞ്ചസ് ഇൻ ദ റിസ്ക് പ്രീമിയം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ആർബിട്രേജ് പ്രൈസിങ് മോഡൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുള്ള, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്താണ് റിട്ടേൺ, ഹൗ ടു കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ, ദെൻ മീനിങ് ഓഫ് റിസ്ക്, types of risk, how to measure the risk, measurement of risk, different tools to measure risk. They are standard deviation, variance, beta, alpha, etc. Then വേറൊരു ടോപ്പിക് CAPM SML. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.